ഇവിടെ കൊണ്ടുവന്നിട്ട് റൂക്കിനെയും ഈ രണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു മൂവ് നല്ല കിടിലൻ മൂവാണ്, എൻ്റെ ഫേവറേറ്റാണ്. അതുകൊണ്ട് ഇങ്ങനത്തുള്ള സാധനം. പക്ഷേ ഇന്നത്തെ നമ്മുടെ എതിരാളി ഒരു ബംഗാളി കേട്ടോ. ബംഗാളി തോൽപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. ആര് ജയിക്കുന്നൊരു പിടുത്തമില്ല. ബംഗാളി തോൽപ്പിക്കാൻ മലയാളികൾക്ക് പറ്റുമോ? നമുക്ക് ശ്രമിക്കാം. ബിഷപ്പിനെ വെച്ച് നൈറ്റിനെ പിൻ ചെയ്തേക്കുവാണ്. നൈറ്റിനെ നൈസിനായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ മിടുക്കനാ. ഞാൻ അറ്റാക്കിലേക്ക് പോവുക, കാരണം നമുക്ക് ഈ കളി ജയിച്ചേ വെക്കൂ. ഈ കളി ജയിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതെങ്ങനെ പോകുമെന്ന് എനിക്കറിയാൻ വയ്യ. മാക്സിമം ശ്രമിക്കും ജയിക്കാൻ വേണ്ടി, കാരണം ബംഗാളിയുടെ മുമ്പിൽ തോറ്റെടുക്കാൻ ശരിയല്ലല്ലോ. അറ്റാക്കിലേക്ക് വന്നു. ബിഷപ്പിനെ കൊണ്ടുവന്ന് നൈറ്റിനെ പിൻ ചെയ്തു. കാരണം ആ നൈറ്റിനെ എനിക്ക് വേണം, ഞാൻ കൊടുക്കത്തില്ല. അപ്പോൾ നൈറ്റിനെ മാറ്റാൻ പറ്റത്തില്ല, കാരണം കിങ് ഇരിക്കുന്നതുകൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. അടുത്ത നൈറ്റിനെ ഇറക്കി അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എൻ്റെ നൈറ്റിനെ ഇറക്കി. അടുത്തത് ക്യാസ്ലിംഗ് ചെയ്ത് നമ്മൾ കിങ്ങിനെ ഒരു സൈഡ് ആക്കി കേട്ടോ. കണ്ട ക്യൂനെ ഇറക്കി, കാരണം ബിഷപ്പിനെ റാഞ്ചാനും അറ്റാക്കിങ് പൊസിഷനിലോട്ട് വരാൻ വേണ്ടിയാണ് എൻ്റെ ക്യൂനെ ഇറക്കിയത്. റൂക്കിനെ നമ്മൾ സെൻറ്ററിലോട്ടാക്കി, അവരും ക്യാസ്ലിംഗ് ചെയ്തു. നൈറ്റ് കണ്ട ബിഷപ്പിനെ ചാമ്പാൻ വരിക. ഇങ്ങോട്ട് വാ, തള്ളിക്കൊണ്ട് വാ, ഞാൻ ഇപ്പം തന്നെ എടുത്ത് കാണിച്ചു തരാം. എൻ്റെ ഫേവററ്റ് മൂവ് നൈറ്റിനെ ഞാനങ്ങ് എടുക്കുക. നൈറ്റിനെ എടുക്കുമ്പോൾ ഒന്നുകിൽ ഇവിടം വെച്ച് വെട്ടും, അല്ലെങ്കിൽ ഇത് വെച്ച് വെട്ടും. എന്തോരം നമുക്ക് കുഴപ്പമില്ല. നൈറ്റ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നൈറ്റിനെ കിട്ടിയാൽ നമ്മൾ വെറുതെ വിടത്തില്ല. നൈറ്റിനെ എടുത്തു. ക്യൂൻ വെച്ച് തന്നെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ പുലിയ. എന്നാൽ ഇങ്ങനൊരു മൂവ്മെൻ്റ് വേണ്ട. നമ്മുടെ ഈ നൈറ്റിനെ വെച്ച് മന്ത്രിക്കൊരാപ്പ്. മന്ത്രി ഇടുന്നു, പക്ഷെ ഇങ്ങോട്ട് മന്ത്രി മാറ്റിയാൽ നമുക്ക് നമ്മുടെ ആപ്പ് അതുപോലെ നിൽക്കും. പക്ഷെ അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് റൂക്കിനെയും ഈ രണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു മൂവ് നല്ല കിടിലൻ മൂവാണ്, എൻ്റെ ഫേവറേറ്റാണ്. അതുകൊണ്ട് ഇങ്ങനത്തുള്ള സാധനം. പക്ഷേ ഈ മന്ത്രി ഇങ്ങോട്ട് മാറ്റിയാൽ ഒന്നും നടക്കത്തില്ല. പുള്ളിക്കാരെ എന്ത് ചെയ്യുന്നു നോക്കാം. യെസ്, പുള്ളി പെട്ടു. പുള്ളിക്ക് ബ്ലണ്ടർ കാണിച്ചു. നമ്മൾ അസലായിട്ട് കയറി അറ്റാക്കും ചെയ്യുന്നു. എന്തായാലും പുള്ളിയുടെ റൂക്ക് ഒരെണ്ണം പോയി കിട്ടി. ഇങ്ങോട്ട് വന്നേക്കോ റൂക്കിനെ തപ്പാൻ. ഒരു കാര്യമില്ല, നമ്മൾ റൂക്കിനെ എടുക്കുന്നു. പക്ഷേ എനിക്കിവിടെ വേണമെങ്കിൽ നൈറ്റിനെ കളയാതെ ഈ റൂക്കിനെ എടുക്കാമായിരുന്നു. അത് എൻ്റെ ബ്ലണ്ടർ കളിക്കാതെ നമ്മളൊരു കളി കളിക്കത്തില്ലല്ലോ. ഇതിന് പകരം ഇത് മതിയായിരുന്നു, ഇതിനെ എടുത്താൽ മതിയായിരുന്നു. അതാകുമ്പോൾ നമുക്ക് നൈറ്റ് ജീവനോടെ കിട്ടിയാണ്. അങ്ങനെ നൈറ്റിനെ നമ്മളങ്ങ് കൊടുത്തു. പുള്ളി ചാടി എന്തോ സ്വർണം കിട്ടിയ പവറിൽ, എന്തോ വലിയ ജീവൻ കിട്ടിയ പവറിൽ നമ്മളതിനെ അങ്ങ് കൊല്ലണമല്ലോ. നൈറ്റിനെ എടുത്തു, കാരണം ഇനി അവിടെ നൈറ്റ് ഇരുന്നാൽ നൈറ്റിനെ വെട്ടാനുള്ള വഴിയുണ്ട് കേട്ടോ. അതുകൊണ്ട് നൈറ്റിനെ അവിടെ നമ്മൾ സേഫാക്കി മാറ്റി. അടുത്ത് നൈറ്റിനെ വെറുതെ വിടാൻ സമ്മതിക്കുന്നില്ല. പിറകെ പോവുകയാണ്. ഒന്നുകൂടെ ഓടി വീണ്ടും അറ്റാക്ക്. ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോടാ? ഇവിടെ ചെയ്യടാ, കൊച്ച് ബംഗാളി നീ ഇട്, അല്ലെങ്കിൽ വേണമെങ്കിൽ രക്ഷപ്പെട്ട് പൊക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ പൊക്കും. എന്നാലും ബാക്കിലോട്ട് പോകത്തില്ല കേട്ടോ, ഫ്രണ്ട് ഇങ്ങോട്ട് തന്നെ. നെക്സ്റ്റ് ചെക്ക്. ബംഗാളി നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ചെക്ക്, നീ നീ. അല്ലെങ്കിൽ മലയാളികൾക്ക് ജയിക്കാൻ ബംഗാളികളായിട്ടുണ്ടോ? ഇങ്ങോട്ടാപ്പാ. ഞാൻ ഓടണമായിരിക്കും. ഇല്ല, ഞാൻ ഓടേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് റൂക്കുണ്ട്. ഇപ്പം ഓടി തള്ളിയാനെ. റൂക്ക് കൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അവന്മാർക്ക്. അറ്റാക്കിങ് പൊസിഷനിലോട്ട് വരും. ഒരു കാര്യമില്ല കേട്ടോ, ഈ നീക്കിനകത്ത് ഉള്ള കാര്യം പറയാമല്ലോ, ഒരു കാര്യമില്ല.
വലിയ രീതി സ്റ്റൈലിലൊക്കെ വന്ന് ഇവിടെ വന്നങ്ങ് ഇരുന്നു. എന്തിനാ? എൻ്റെ ഇതിപ്പോൾ ഇങ്ങോട്ട് ചാടും. അപ്പം ഞാൻ അതേ സ്പീഡിൽ തിരിച്ചു ഓടും. കാരണം ഇവിടെ ഇരിക്കാൻ എനിക്ക് ഒക്കത്തില്ല. ഇവിടെ ഇരുന്ന നൈറ്റ് വെട്ടും, ഇവിടെ ഇരുന്ന ഇത് വെട്ടും, അല്ല പോൺ വെട്ടും, പിന്നെ ഇവിടെ ഇരുന്ന ബിഷപ്പ് വെട്ടും, ഇവിടെ ഇരുന്ന ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് ഇവിടെ 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 ബാക്കി എവിടെ ഇരുന്നാലും വെട്ടൊക്കെ 100% ഉറപ്പാണ്. ഓട് ഓട് ഓട്, ഇതേ ഉള്ളു, വലിയൊരു കാര്യമില്ലായിരുന്നു. മന്ത്രി ഇവിടെ കിടന്നങ്ങ് കളിയോട് കളി, അങ്ങ് അറക്കുന്ന കളി കളിക്കുക മന്ത്രി. ഓട് മന്ത്രി, ഓടറാം, ഓടിടാ. അവൻ എൻ്റെ മന്ത്രിയും കൊണ്ടേ പോകും. അപ്പം ഇവിടെ എന്തോ ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു ഗ്യാപ്പുണ്ട്, ഇവിടെ പോയി തകർക്കാം. എനിക്കതൊരു ഗ്യാപ്പുണ്ട്, അപ്പോൾ അതങ്ങ് ചെയ്യാം. യെസ്. എന്നിട്ട് ഇവിടെ ഇവനെ നൈറ്റിനെ ഇങ്ങോട്ടാണ് മാറ്റിയാൽ ഡബിൾ ചെക്ക് വരും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഐഡിയ? ഇതൊരു നല്ല മൂവാ, പക്ഷേ മണ്ടത്തരം കാണിച്ചേട്ടോ. എൻ്റെ പ്ലാനാണ് ഇങ്ങനെ നേരത്തെ പിടിച്ചൊക്കെ വെട്ടാന്ന് വിചാരിച്ചാൽ ഈ തേര് വിട്ടിരിക്കുന്ന ഞാൻ ബ്ലണ്ടറാ കണ്ടില്ല. എനിക്ക് ബിഷപ്പിനെ എടുക്കാനേ പറ്റത്തില്ല. കള്ള ബിഷപ്പ്, വൃത്തികെട്ട ബിഷപ്പ് എനിക്കെടുക്കാൻ പറ്റത്തില്ല മാറ്റിയാലും. പിന്നെ ഇവിടെ കൊണ്ടൊരു ചെക്ക് കൊടുക്കാം. ഇവിടെ വന്നിട്ടൊരു ചെക്ക്, അതേ ഉള്ളൂ സാധ്യത അനുസരിച്ച് ചെക്ക്. പുള്ളി കിടന്ന് കളിക്കുക. അടുത്ത മൂവ് നൈറ്റിനെ മാറ്റിയില്ലെങ്കിൽ നൈറ്റിനെ വെട്ടും. ചെക്ക്, ദെൻ ഗെയിം ഓവർ. അത് നല്ലൊരു ഗെയിം ഓവറായിരുന്നല്ലേ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. കണ്ട, ബ്ലണ്ടർ കളിച്ച് നമ്മൾ ജയിച്ചിരിക്കും. ഇതൊരു ബ്ലണ്ടർ കളിയായിരുന്നു, പക്ഷെ നമ്മൾ ജയിച്ചു. ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ഹെഡ്ലൈൻ, മണ്ടത്തരത്തിലൂടെ എങ്ങനെ ജയിക്കാം. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് കളിച്ച കളിയല്ല കേട്ടോ, ഞാൻ ജയിച്ചു. കാരണം വ്യക്തമാക്കി തരാം. ഇങ്ങോട്ട് നീക്കാൻ ഒക്കത്തില്ല, ചെക്ക്. ഇങ്ങോട്ട് നീക്കാൻ ഒക്കത്തില്ല, ചെക്ക്. ഇങ്ങോട്ട് നീക്കാൻ ഒക്കത്തില്ല, ചെക്ക്. പിന്നെന്തുവാ? ഇങ്ങോട്ട് നീക്കാൻ ഒക്കത്തില്ല, ചെക്ക്. ഇങ്ങോട്ട് നീക്കാൻ ഒക്കത്തില്ല, ചെക്ക്, ചെക്ക്. പിന്നെന്തുവാ? പിന്നെ ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല, ഇവിടെ നിന്നാലും ചെക്ക്. അങ്ങനെ ഈ കളി നമ്മൾ ജയിച്ചിരിക്കുന്നു. ബ്ലണ്ടർ കളിച്ചാണ് ജയിച്ചിരിക്കുന്നു. അപ്പോൾ ബംഗാളി നമ്മൾ തീർത്ത് കളി, ഞങ്ങൾ കൊന്ന് കുഴിച്ചും കൂടി. ഇനി ഏത് ബംഗാളി കൊണ്ടാ? കമോൺ, ഇവിടെ കമോൺ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കൊന്നുകളയും. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.